ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹായ്, എൻ്റെ പേര് മീര. ഈ വ്ളോഗ് ഒരു മിക്സ്ഡ് വ്ളോഗാണ്. പല ദിവസങ്ങളായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ പോകുന്നത് അബുദാബിയിലെ ഗലറിയ മോളിലാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ് വന്നിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അവളപ്പോൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ H&M ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ട്രയൽ റൂമിൽ എന്തൊക്കെയോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തായാലും പോസ്റ്റ് ആവും കുറച്ച് നേരത്തേക്ക്. അങ്ങനെ ഞാൻ ട്രയൽ റൂമിൻ്റെ ഫ്രണ്ടിൽ അവളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുമെന്ന് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി. എനിക്ക് ഐ ഇൻഫെക്ഷനായിട്ട് കുറേ നാൾ റെസ്റ്റിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ മീറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഫുഡ് കഴിക്കാണ്ടാണ് വന്നത്. അപ്പോൾ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പിസ്സ ഹട്ടിൽ നിന്നാണ്. അധിക നേരമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്കായിട്ടുള്ളൊരു സ്പേസ് വേണമായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്തത് ലസാഗ്ന വിത്ത് ഗാർലിക് ബ്രെഡായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ലസാഗ്ന കഴിക്കുന്നത് നാട്ടിൽ നിന്നായിരുന്നു, സംസം റെസ്റ്റോറൻറ്റിൽ നിന്ന്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് 2-3 ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം നിക്സിലോട്ടാണ് പോയത്. NYX നിക്സ് എന്നാണ് ഞാൻ പറയാറ്, അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇവരുടെ കയ്യിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുറേ ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതൊരു ഗോൾഡൻ പ്രൈമറാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ സ്റ്റാർബക്സിൽ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. ഇതായിരിക്കുന്ന ആളാണ് കേട്ടോ ഈ സ്റ്റാർബക്സിൻ്റെ ഭയങ്കര ഫാൻ. അങ്ങനെ ഞങ്ങൾ 2 ഐറ്റം ഓർഡർ ചെയ്തു. ഒന്ന് മാച്ച ഫ്രാപ്പിച്ചീനോ, പിന്നെ ഒന്ന് കാരമൽ ഫ്രാപ്പിച്ചീനോ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വെയ്റ്റ്രോസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ഈ മോളിൻ്റെ അകത്ത് വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. കുറേ ഡോണറ്റ്സും ബ്രെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഡോണറ്റ്സ് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു, പിങ്ക്. ഇതിനുള്ളിൽ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കും ഫുൾ ടൈം ഫുഡാണല്ലോ എന്ന്. അല്ല കേട്ടോ, ഞങ്ങൾ ഒരു 12 മണിക്ക് കയറിയിട്ട് ഒരു 8 മണി വരെ ഞങ്ങൾ ആ മോളിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പല സമയത്തായിട്ട് കഴിച്ച ഫുഡാണ്. കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും നേരം ഞങ്ങൾ മോളിനകത്ത് സ്പെൻഡ് ചെയ്തത്. ഇവൾ എൻ്റെ അടുത്ത് എന്തോ പറയാൻ വന്നതാണ്. ആ സമയത്താണ് ഞാൻ ക്യാമറയും പൊക്കിക്കൊണ്ട് നിന്നത്. അതാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവളെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. ഞാൻ നിക്സിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 2 ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഈ ഒരു കോമ്പാക്ട് പൗഡറും സൺസെറ്റ് ടൈം പോയിട്ട് പിന്നെ ഈ ഒരു ലിപ് പെൻസിൽ. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ ലിപ് പെൻസിൽ എടുത്തത്. അവൾ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലിപ് പെൻസിൽ. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞു. എന്നെയും നിർബന്ധിച്ചു എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതും കൂടി എടുത്തു. പിന്നെ ഞാനൊരു ബ്ലഷ് അവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ അതെന്തായാലും എടുക്കും. അതിൻ്റെ പാക്കേജിങ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. എനിക്ക് ഈ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഇങ്ങനെ ഹാർട്ടാണ്, അതും ഭയങ്കര ക്യൂട്ടാണല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ എന്നാണ്. ഒരു യെല്ലോ അണ്ടർടോണിലൊക്കെ വരുന്ന സ്കിന്നിന് ചേരും. പിന്നെ ലിപ് പെൻസിൽ ഞാൻ വാങ്ങിച്ചത് ഇതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഗേൾ ബൈ എന്നാണ്. ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പ്ലമ്മിൻ്റെ കളറാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ്, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ബട്ട് കാണുമ്പോൾ ഒരു ബ്രൗൺ ആയിട്ടൊക്കെ തോന്നും, ബട്ട് അല്ല, ഒരു പിങ്കാണ്. നമുക്ക് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ലൈൻ ചെയ്യാനൊക്കെ ഇത് മാച്ചിങ് ആവും. ഇപ്പം ലൈറ്റ് ആയാലും ഡാർക്ക് പിങ്ക് ആയാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു ദിവസം മോർണിംഗ് ആണ്. ടൈം 8:48 എന്തോ ആണ് രാവിലെ.
അപ്പം ഞാനും പ്രവീണും ആഷിക്കും ആഷിക്കിൻ്റെ വൈഫ് മുന്നുമാണ് പോകുന്നത്. എങ്ങോട്ടാന്ന് വെച്ചാൽ കുംഭകോണം കഫേയിലാണ്, ബ്രേക്ക്ഫാസ്റ്റിനാണ്. അബദ്ധത്തിൽ അന്ന് സാറ്റർഡേ ആയിരുന്നു. തിരക്ക് കണ്ടില്ലേ, ഈ പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നവരാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സംഗീത റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും മസാല ദോശയും പ്രവീണ് പൂരി മസാലയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ അടിപൊളിയാണ്, ഫുഡൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ ഭയങ്കര പ്രൈസാണ്. ഈ കുംഭകോണം കഫേ എന്ന് പറഞ്ഞില്ലേ, അവിടെ അടിപൊളി ഫുഡാണ്. പൈസ വളരെ കുറവാണ്. പൈസ വളരെ കുറവായതുകൊണ്ടല്ല അവിടെ അത്രയും തിരക്കുള്ളത്. ഫുഡ് അടിപൊളിയാണ്, അതുകൊണ്ടാണ് അത്രയ്ക്കും തിരക്കുള്ളത് അവിടെ. പിന്നെ സംഗീത റെസ്റ്റോറൻറ്റിലെ മസാല ദോശ നല്ലതായിരുന്നു. അതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറൊക്കെ തന്നിരുന്നു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സാമ്പാർ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ബാക്കി ചട്നിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തിരുന്നു. ഞാൻ കോഫി ടീ പേഴ്സൺ അല്ല, ബട്ട് ഫിൽറ്റർ കോഫി വല്ലപ്പോഴൊക്കെ കുടിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ മേളിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. താഴെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബദാം ഹൽവയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബദാം ഹൽവ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിരുന്നു, പക്ഷേ ബദാം ഹൽവ വാങ്ങിയില്ല. കാജു കട്ട്ലി വാങ്ങിയിരുന്നു, സോൻ പപ്പടി വാങ്ങിയിരുന്നു, പിന്നെ ജലേബി മേടിച്ചിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ ഞങ്ങൾ ഡേ ടു ഡേയിൽ പോയിരുന്നു. അബുദാബിയിൽ ആകെക്കൂടെ ഈ ഒരു ഡേ ടു ഡേ ഉള്ളൂ. ഇത് 24 hours ഓപ്പൺ ആണ്. സോ ഇവിടെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോയി സാധനം വാങ്ങാം. ആസ് യൂഷ്വൽ ഒരു ഷോപ്പിനകത്ത് കയറിയാൽ പെണ്ണുങ്ങൾ എങ്ങോട്ടാണ് പോവുക? ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട്. എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയത്തില്ല, ഞാൻ അങ്ങോട്ടാണ് പോകാറുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം അങ്ങോട്ടാണ് പോയത്. കുറച്ച് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ. എനിക്ക് പൊതുവേ ഈ ഫ്ലോറൽ പ്രിൻറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡേ ടു ഡേ ഷോപ്പ് മറ്റ് ഗിഫ്റ്റ് സെൻറ്ററിനെക്കാട്ടിലും ഒത്തിരി നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ചുമ്മാ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഡേ ടു ഡേ ഷോപ്പ് പോലത്തെ ഷോപ്പിലൊക്കെ. പിന്നെ ഷൂവിൻ്റെ സെക്ഷൻ ആയാലും ചെരുപ്പിൻ്റെ സെക്ഷൻ ആയാലും ഒത്തിരി നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് 2-3 ഐറ്റം വാങ്ങിച്ചിരുന്നു. ഞാൻ കാണിച്ചു തരാം വീട്ടിൽ പോയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതിൽ ഒരു ഐറ്റം ഇതാണ്, കുഷൻ കവറാണ്. ഇതിലൊരു പേസ്റ്റൽ ബ്ലൂ പോലെ തോന്നും, പക്ഷെ അല്ല, ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഇതിൻ്റെ പ്രൈസ് 10 dirhams ആണ്. ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം യൂസ് ചെയ്തിട്ട് കളയാനേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എടുത്തിരുന്നു. ഇതിൻ്റെ റേറ്റ് 29 dirhams ആണ്. ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു സമ്മർ വെയർ ടൈപ്പ് ഡ്രസ്സാണ്. ഞാൻ ട്രയൽ റൂമിൽ പോയിട്ട് ഇട്ട് നോക്കിയായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ വേറൊരു ഡ്രസ്സ് എടുത്തായിരുന്നു. ഈ പ്ലേഡ് പാറ്റേണിൽ ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു ദിവസമാണ്, ഇവിടെ വേറൊരു ആവശ്യത്തിനാണ് വന്നത്. അപ്പോൾ ചുമ്മാ മാക്സിലൊന്ന് കയറി കളക്ഷൻസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ അവിടെ കുറേ കോട്ട് സെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാം ആ ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ അടിപൊളി ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ A-line ടൈപ്പ് വരുന്ന ഫുൾ ലെങ്ത് ഡ്രസ്സാണ്. ഇതെനിക്കിഷ്ടമായിരുന്നു, ബട്ട് ഫുൾ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. സമ്മറിൽ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ്. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു, നല്ല മെറ്റീരിയൽ ആയിരുന്നു. ബട്ട് എന്ത് ചെയ്യാനാണ്, ഫുൾ ലെങ്ത് ആയിപ്പോയി. പിന്നെ ഇത് ഒരു ഷർട്ട് ടൈപ്പ് ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്, കൂടെ ബെൽറ്റ് വരുന്നുണ്ട്. ഇതും ഫുൾ ലെങ്ത് ആണ്. പിന്നെ അവിടെ കുറേ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഓഫർ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് പിന്നെ ഈ ടീഷർട്ട് ഇഷ്ടപ്പെട്ടു, ലൂസ് ഫിറ്റാണ്. മാക്സിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു.
ഒത്തിരി നല്ല ചെരുപ്പും ബാഗും കുറേ അക്സസറീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ലുലു പോയി. ഇവിടെ മെയിനായിട്ട് വരാൻ കാരണം ഒരു കേക്ക് മേടിക്കാനാണ്. ആഷിക്കിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആഷിക്കിൻ്റെ വൈഫ് മുന്നു കേക്ക് മേടിച്ചു. ഹാപ്പി ബർത്ത്ഡേ മൈ ബേബി. ആഷിക്കിനെ മുന്നു ബേബി എന്നാണ് വിളിക്കുന്നത്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇനിയും ബർത്ത്ഡേ പാർട്ടിയാണ്. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തു. ബർത്ത്ഡേ ബോയ് ഞാനും പ്രവീണും ആഷിക്കും മുന്നും പിന്നെ പ്രവീണിൻ്റെ ബ്രദർ പ്രദീപും ഞങ്ങൾ 5 പേരായിട്ടുള്ള ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ അധികം വീഡിയോ എടുത്തില്ല, അതൊക്കെ അവരുടെ പ്രൈവസിയാണ്. പിന്നെ ഫുഡ് ഇതായിരുന്നു, ബീഫും ഇടിയപ്പവും ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.